ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു സ്വപ്നമാണ്. അത് സാഫല്യമടയുമോ? എം എൽ എ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ഒരു മണ്ഡലമാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ്. ഇപ്പം ഔദ്യോഗികമായിട്ട് LDFിൻ്റെ സ്ഥാനാർത്ഥി മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അനൗദ്യോഗികമായിട്ടൊക്കെ പ്രഖ്യാപനമൊക്കെ നടന്നിട്ടുണ്ട്. ആരാണെന്നൊക്കെ എല്ലാവർക്കും വ്യക്തവുമായിരിക്കുകയാണ്. LDFിൽ നിന്ന് CPMൻ്റെ VK പ്രശാന്ത് തന്നെ അവിടെ തുടരും. BJPയുടെ NDA സ്ഥാനാർത്ഥി ശാസ്തമംഗലം വാർഡ് കൗൺസിലറും മുൻ DGPയും ആയിട്ടുള്ള ശ്രീലേഖ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി UDFിൻ്റെ K മുരളീധരനാണ്. K മുരളീധരൻ മുമ്പ് 8 വർഷം ആ മണ്ഡലത്തിലെ MLA ആയിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് വടകരയിലേക്ക് പോയത്. അങ്ങനെയാണ് കോൺഗ്രസ്സുകാർക്ക് നഷ്ടപ്പെട്ടത്. പഴയ തിരുവനന്തപുരം നോർത്ത് മണ്ഡലമാണ്. LDFിനും UDFിനും ഒക്കെ ഇങ്ങനെ മാറി മാറി നിന്നിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷെ 2016 കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ അവിടെ 2ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ്. ആ 2ാം സ്ഥാനത്ത് വന്നതോടുകൂടിയാണ് BJPക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായത്. അന്ന് അവിടെ TN സീമയായിരുന്നു CPMൻ്റെ സ്ഥാനാർത്ഥി. സീമ 3ാം സ്ഥാനത്തേക്ക് പോയി. CPM 3ാം സ്ഥാനത്തേക്ക് പോയത് ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പിന്നീട് 22 വാർഡുകളുള്ള ഈ നിയമസഭാ മണ്ഡലത്തിലെ 12 വാർഡുകള് പിന്നെ BJPക്ക് അനുകൂലമാണ്. അതിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്തിയിരിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ആണ് പ്രധാനമായിട്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു പ്രത്യേക മത്സരം തന്നെയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. BJPക്ക് വലിയ പ്രതീക്ഷയാണ് നിൽക്കുന്നത്. VK പ്രശാന്തിനും അതിനേക്കാളും വലിയ പ്രതീക്ഷ. VK പ്രശാന്തിന് ഈ ഭരണവിരുദ്ധ വികാരം എത്ര അതിശക്തമായിട്ടുണ്ടെങ്കിലും പ്രശാന്തിനൊരു ജനസ്വാധീനം ഉണ്ട്. തിരുവനന്തപുരത്തിൻ്റെ മേയറായിരുന്നു. മേയർ ബ്രോ എന്ന വിശേഷണമൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന ആളാണ്. അങ്ങനെയാണ് മുരളീധരൻ പോയപ്പോൾ അങ്ങോട്ടേക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ഇറക്കിയത്. K മുരളീധരന് എവിടെ മത്സരിക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നടക്കുകയായിരുന്നു. ഈ പിന്നെ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയ്ക്ക് കൊണ്ടുപോയി, വടകരയിൽ ജയിച്ചു. പിന്നീട് അവിടെ നിന്ന് നേമത്ത് കൊണ്ടുവന്നു. നേമത്ത് നിന്ന് പിന്നെയും വടകരയിലേക്ക് പോയി ചുവരെഴുതാൻ തുടങ്ങിയപ്പോഴാണ് പിടിച്ച് തൃശ്ശൂരിലേക്ക് വിട്ടത്. ഈ കോൺഗ്രസിന്റെ ഒരു രക്ഷകനായിട്ട് തെക്ക് വടക്കിട്ട് ഓടിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർ തന്നെ പാരയും വെച്ചു. പക്ഷേ മുരളീധരൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ വട്ടിയൂർക്കാവിലേക്ക് തിരികെ വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. താന് ഒന്നുകിൽ ഗുരുവായൂർ മത്സരിക്കും. ഗുരുവായൂർ ലീഗിന്റെ സീറ്റാണ്. അത് കോൺഗ്രസുമായിട്ട് വെച്ച് മാറാൻ അവർ തയ്യാറാകണം. ലീഗിന്റെ സീറ്റിൽ പോയി മത്സരിച്ചാൽ വേറെ പ്രശ്നമില്ല. പാരപ്പണിയൊന്നുമില്ല. അവിടെ പാലം വലിക്കുകയില്ല. ഉള്ള വോട്ട് അതുപോലെ കിട്ടും. അല്ലെങ്കിൽ കൊടുവള്ളിയിലോ തിരുവമ്പാടി കിട്ടില്ല എന്നറിയാം. അവിടെ മറ്റേ നിലമ്പൂരിലെ സീറ്റ് കിട്ടാതിരുന്ന അവിടുത്തെ DCC സെക്രട്ടറി ജോയിക്ക് പോകുമെന്നാണ് അറിയുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വന്നിട്ടില്ല എന്നുള്ള ഓർക്കണം. ഒടുവില് ഈ K മുരളീധരന് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഇദ്ദേഹമായിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ ആ സമയത്ത് പഠിച്ചു. ഈ കോർപ്പറേഷനിൽ വെറും 10 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിന് 2020. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ 10ൽ നിന്ന് പോയി കോൺഗ്രസ് സംപൂജ്യരാകുമെന്നാണ്. ഇപ്പൊ കോൺഗ്രസിന് 20 സീറ്റുണ്ട്. 20 സീറ്റ് ഒരു മാന്യമായ സംഖ്യയിൽ എത്തിച്ചില്ലേ? വെളിയിൽ പറയാൻ കൊള്ളാമല്ലോ. CPMനോടൊപ്പം അടുത്ത് നിൽക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ മുരളീധരന് മനസ്സിലായി വട്ടിയൂർക്കാവിൽ തനിക്ക് സാധ്യത തെളിയുന്നുണ്ട്. അവിടെ എനിക്കൊരു സംശയം. മുരളീധരന്റെ മിടുക്കാണോ അതോ പിണറായി വിജയനോടുള്ള ഭരണവിരുദ്ധ വികാരമാണോ? അത് പിണറായി വിരുദ്ധ വികാരമാണോ? ശബരിമല കേസൊക്കെ അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്ന സമയത്തായിരുന്നില്ലേ തെരഞ്ഞെടുപ്പ്? അതിൻ്റെ ഒരു റിസൾട്ട് ആയിരുന്നില്ലേ ഈ 10 സീറ്റ് കൂടിയതിൻ്റെ ഒരു പ്രശ്നം? 2 കാര്യങ്ങളും ഭരണവിരുദ്ധ വികാരവും. ഇപ്പൊ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ശ്രീലേഖയ്ക്കും കൂടെ പോകാമല്ലോ. വോട്ട് പോവില്ല. അതാണ് പ്രശ്നം. ജയസാധ്യതയുള്ളവർക്ക് അങ്ങോട്ട് പോകും. ഇപ്പോൾ കുറച്ച് പോകുമായിരിക്കും, വളരെ കുറച്ച്. പക്ഷെ ഞാൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വോട്ടറല്ല. ഞാൻ കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ടറാണ്.
എനിക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വോട്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ 3 പേരിൽ വെച്ച് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ആർക്ക് ചെയ്യണമെന്നുള്ള കാര്യത്തിനകത്ത്. ഇവർ 3 പേരും ഒന്നിനൊന്നും മിടുക്കരാണെന്ന്. മുരളീധരൻ എന്താ മോശമാണോ? മുരളീധരൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തെ നന്നായി സംരക്ഷിച്ചു. എനിക്ക് കോൺഗ്രസിനോട് യാതൊരു അനുഭവവും ഇല്ല, എന്നാലും ഞാൻ പറയുക. പക്ഷേ മുരളീധരന്റെ ഒരു കുഴപ്പം RSSന് അദ്ദേഹത്തിനോട് വാശി തോന്നാനും കാര്യം ഉണ്ട്. നേമത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിലെ മുഴുവൻ RSSകാരും വട്ടിയൂർക്കാവിൽ വരും. എന്തിന്? മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞ് പ്രവർത്തിക്കും. ശ്രീലേഖ വിജയിച്ചില്ലെങ്കിലും വേണ്ട, മുരളീധരനെ തോൽപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് RSSന്റെ ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു പടയൊരുക്കം ഇവിടെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ മുഴുവൻ RSSകാരും എന്തായാലും ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലായിരിക്കും തോന്നുന്നു. അപ്പൊ ഇപ്പൊ ശ്രീലേഖ എന്താ ഒരു MLA എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിഷ്പക്ഷ ആയിട്ട് ആലോചിക്കുന്നവർക്കുണ്ടല്ലോ ഇതിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം പ്രശാന്തും മോശമല്ല, ചെറുപ്പക്കാരനാണ്. LDF വീണ്ടും അധികാരത്തിൽ വരുന്നു. VK പ്രശാന്ത് ജയിച്ചും വന്ന അടുത്ത മന്ത്രി കൂടിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പിണറായിയുടെ ലിസ്റ്റിൽ എങ്ങനെയാണെന്ന് നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്, മേയറായിട്ടിരുന്ന സമയത്തും നല്ല. പക്ഷെ പ്രശാന്ത് ഉണ്ടാക്കിയ ഇമേജാണ് ഈ ആര്യ രാജേന്ദ്രൻ കളഞ്ഞു കുളിച്ചത്. അതുകൊണ്ടാണ് ഇവർക്ക് BJPക്ക് അനുകൂലമായിട്ട് മാറിയത്. പിന്നെ വട്ടിയൂർക്കാവിന്റെ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വട്ടിയൂർക്കാവ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് തിരുവനന്തപുരത്തിന്റെ അങ്ങ് ഉൾപ്രദേശമൊന്നും അല്ല, തിരുവനന്തപുരം ഹൃദയമാണത്. അപ്പം ഇവിടെ അതിന് ഒരു എലൈറ്റ് ക്ലാസ് ആണ്. നായർ ഈഴവ സമുദായ വളരെ പ്രബലമാണ് ഇവിടെ, ഐക്യത്തോടെയും ജീവിക്കുന്ന. പിന്നെ ക്രൈസ്തവ വോട്ടുകളുണ്ട്. നാലാഞ്ചിറ, പട്ടം ഭാഗം ഒക്കെ തന്നെ, ബിഷപ്പ് ഹൗസും ഒക്കെ ഇരിക്കുന്നിടം ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. തിരുസന്നിധി ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മുരളീധരൻ അത് വശത്താക്കുമോ? മുരളീധരന് ഈ ക്രൈസ്തവ സഭകളും ഒക്കെ ആയിട്ട് വലിയ അടുപ്പം ഉണ്ട് മുൻകാലങ്ങളിലൊക്കെ. അപ്പം ഇവർക്ക് അത് മുതലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പോൾ BJPക്കും കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപക്ഷെ വട്ടിയൂർക്കാവിലെ ജനം ചിന്തിക്കും, ശ്രീലേഖ ഒരു ഹൈ പ്രൊഫൈലാണ് ഈ മറ്റ് 2 പേരെക്കാൾ. പുതിയ തലമുറ അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കും. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള ഈ പരമ്പരാഗത രാഷ്ട്രീയമൊന്നും വലിയ താല്പര്യമില്ല. കക്ഷത്തിൽ ഡയറി ഇടുക്കി പുളിച്ച രാഷ്ട്രീയവും പറഞ്ഞു നടക്കുന്ന താല്പര്യമില്ല. ശ്രീലേഖ എന്ന് പറയുന്നത് അത് വേറൊരു പ്രൊഫൈലാണ്. ഇപ്പൊ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ജയിച്ചു പോകുന്നതിന്റെ കാര്യം എന്താ? ശശി തരൂരിന്റെ ഒരു പ്രൊഫൈലാണ്, ഒരു വളരെ ഗ്ലാമർ, ഒരു ആനച്ചന്തം. നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ എടുപ്പ് കുതിര വരുന്ന ഒരു വരവാണ് അതിന്റെ ഒരു ഭംഗിയില്. പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ബയോഡാറ്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനമേ തിരുവനന്തപുരത്തെ MP ആണെന്നുള്ള കാര്യം എഴുതത്തുള്ളൂ. അതിനേക്കാൾ മുമ്പ് വരേണ്ട കാര്യങ്ങൾ വേറെ പലതും ഉണ്ട്. അദ്ദേഹത്തെ പുറം ലോകം അറിയുന്നത് വേറെ തരത്തിലാണ്. അതായത് എഴുത്തുകാരൻ, പ്രഭാഷകൻ, അല്ലാതെ തിരുവനന്തപുരത്തിന്റെ MP എന്നുള്ള രീതിയിലല്ല. അപ്പൊ ഇതാണ് പുതിയ തലമുറ നോക്കുന്നത്. അപ്പൊ പുതിയ തലമുറയുടെ വോട്ട് ശ്രീലേഖയ്ക്കും കിട്ടാം, പ്രശാന്തിനും പോകും. പ്രശാന്ത് ഇപ്പോഴും ഒരു യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പിൽ നടക്കുന്ന ആളാണ്. കാരണം മുരളീധരന് തന്ത്രം അറിയാം. കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഞാനൊരു 2-3 ഫാക്ടേഴ്സ് പറഞ്ഞതിനിടയ്ക്ക് വാർത്തകൾക്കിടയിൽ വായിക്കുമ്പോൾ MM ഗോവിന്ദൻ നായരെ പോലെ കരിഷ്മയും ഗ്ലാമറും എല്ലാം ഉള്ള ഉന്നതനായിട്ടുള്ള ഒരാളിനെ തോൽപ്പിച്ച മണ്ഡലം അല്ലേ ഇത്? ആരായിരുന്നു തോൽപ്പിച്ചത്? A. ചാൾസ്. ഒരു ഗ്ലാമറും ഇല്ല, ഒരു കരിഷ്മയും ഇല്ല, ഒരു സാന്നിധ്യവും അറിയത്തു പോലും ഇല്ലായിരുന്നു ഒരു മണ്ഡലം. പിന്നെ രണ്ടാമത്തെ ONV എനിക്ക് നമ്മളെന്തോ ONV നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെന്തോ ONV സുഖമായി ജയിച്ചു പോകും, ഈസി ആയിട്ട് ജയിച്ചു പോകും. പിന്നീടാണ് അറിഞ്ഞത് ONVയുടെ വീടിന് എതിർവശത്തുള്ള വോട്ട് പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ട്. ONV എത്ര ഉന്നതനായിരുന്നു അല്ലേ, മറ്റൊരു തരത്തിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ യാക്കോബ സഭയുടെ നേതാക്കളെല്ലാം കൂടെ പോയി പ്രധാനമന്ത്രി ഒന്ന് കണ്ടു വളരെ സന്തുഷ്ടരായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയത്തിലും ഉണ്ടാവും. നിങ്ങൾ 2 കൂട്ടരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് തീർത്തു തരാമെന്നൊരു താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചു. അത് മതി. പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാളിനെ പോയി അപ്പോയിന്റ്മെന്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ക്രൈസ്തവ വോട്ടുകൾ എത്രത്തോളം BJP സമാഹരിക്കും, അതൊരു നല്ല കാര്യമാണ്. അത് വോട്ടുകൾ എത്രത്തോളം ശ്രീലേഖ കൊണ്ടുപോകും. തിരുവനന്തപുരത്തെ NSS എന്ന് പറഞ്ഞാൽ BJPക്കാണ്. സഭകളിൽ ഭൂരിപക്ഷവും BJPക്കാണ്. ഒരു കഥ കേൾക്കണം. ഇപ്പം നമുക്ക് സമയം കഴിഞ്ഞതെന്നും പറയാം. ഇവിടെ സംഗീത് കുമാറിൻ്റെ നേതൃത്വത്തിൽ പണ്ട്
ഇടതുപക്ഷക്കാരനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് ഓരോ മണ്ഡലത്തിലും പോകാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടമായിട്ട് അവർ കാറിൽ ഇന്നോവ കാറിലൊക്കെ പോകുമല്ലോ, മൂത്ത നേതാക്കളൊക്കെ അവരങ്ങനെ പോയി കഴിഞ്ഞ് അവർ ചെന്ന് ഇവിടുന്ന് തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്ഥലത്ത് ചെന്ന് അത് പ്രധാനപ്പെട്ട ഒരു നേതാവിനോട് കരയോഗത്തിൻ്റെ താലൂക്ക് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലോ, ഇതിൻ്റെ ഡയറക്ടർ ബോർഡും ഒക്കെ തീരുമാനിക്കുന്ന അവരാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞ് നോക്കി അവരുടെ ഈ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനോട് പറയാൻ ചെന്നപ്പോൾ നോക്കി പോയ വഴിക്ക് നോക്കുമ്പോൾ ഒരു മീറ്റിംഗ് നടക്കുന്നു. മീറ്റിംഗ് എന്തിനു വേണ്ടിയാണ്? BJPക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുള്ള മീറ്റിംഗ്, BJPക്കാർ സംഘടിപ്പിച്ച മീറ്റിംഗ്. അവിടെ നിന്ന് BJPക്ക് വോട്ട് കൊടുക്കണമെന്ന് പ്രസംഗിക്കുന്ന താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് നടന്ന സംഭവമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ വിജയനാഥ് ഞാൻ ചോദിക്കുന്നത്, പാലക്കാട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അട്ടിമറി നടത്തുമെന്നൊക്കെ പറയും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉണ്ടായതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ അവിടെ ജയിച്ചില്ലല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു സത്യങ്ങളെന്നുള്ളത് നമുക്ക് പ്രവചന അതീതമല്ലേ? അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്തായാലും 3 മുന്നണികളും പാഠം പഠിച്ചിരിക്കും. അത് വളരെ ഉറപ്പായ കാര്യമാണ്. പാഠം പഠിപ്പിക്കും. കാരണം കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഇനി എന്നാ ഉണ്ടാകാൻ? UDF അധികാരത്തിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ അത് ശിഥിലമാകും. ബംഗാളായി. LDF അധികാരത്തിൽ വന്നാലും വന്നില്ലെങ്കിലും വന്നാൽ ഒന്നരം അഹങ്കാരികളായി തീർന്ന് അതിലൂടെ നാശം സംഭവിക്കും. ഇല്ലെങ്കിലും നാശം സംഭവിക്കും. അല്ല, എനിക്ക് തോന്നുന്നത് UDF ജയിച്ചു വരാനാണ് സാധ്യത. ജയിച്ചു വന്നു കഴിഞ്ഞാൽ അടി തുടങ്ങും. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയായിരിക്കും യുദ്ധം തന്നെയാണ്. അത് രണ്ടാമത്തെ ഫേസാണ്. ഇപ്പൊ അടി നടക്കുകയാണ്. കണ്ണൂർ സീറ്റിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ആൾക്ക് ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നേ. ഒരു പെട്ടെന്ന് ഒരു ലീഡർ എന്ന് പറയുമ്പോൾ തീരുമാനം കേൾക്കാരനാകനെ കണ്ടുപിടിക്കണ്ടേ? എത്ര പെട്ടെന്ന് ആ തീരുമാനം, ധീരമായ തീരുമാനം ഇയാൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. കൂടെ ഈ വയ്യാതിരിക്കുന്ന സുധാകരൻ എന്നും പറഞ്ഞാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ആ മനുഷ്യനെ ഡെയിലി ഇങ്ങനെ ഈ ഇന്ധനക്ഷാമം രൂക്ഷമായിരിക്കുന്ന സന്ദർഭത്തിൽ ഡൽഹിക്ക് വിളിച്ചു വരുത്തുക. ഇയാൾക്കാവുന്ന പ്രായമാണോ ഇത്? ഇയാൾ ആവുന്ന കാലത്ത് ഇയാളൊരു പടക്കുതിരയെ പോലെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അത് അറിയാത്തത് കേരളത്തിലെ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. ഉദാഹരണം മാറ്റി വി ഡി സതീശൻ എന്തോന്ന് കുന്തമായി ചെയ്ത് ഗണേശ് പ്രശ്നം വന്നപ്പോൾ അത് ഭയങ്കര ഒരു പോയിന്റായിട്ട് സ്കോർ ചെയ്യാവുന്നൊരു കാര്യമാണ്. വി ഡി സതീശൻ ഇവിടെ പോയി എന്തെങ്കിലും ചെയ്തു ആ കാര്യത്തിൽ ഒരു പ്രക്ഷോഭം. അവരുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ പ്രതിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞ റിയാക്ഷൻ കാണിച്ചല്ല പുള്ളി. എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പുഷ്പം പോലെ പറത്തി കഴിഞ്ഞു. എന്തെല്ലാം സേവനങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണെന്ന് വിചാരിച്ചോ? ഈ ഗണേശൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളല്ലല്ലോ. എന്തിനായി ഗണേശനോട് സഹതാപം കാണിച്ചുകൊണ്ട് സ്വയം അപഹാസ്യനാവുന്നത്? എത്രയോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിനേക്കാൾ എത്രയോ ഭീകരമായ തെറ്റാണ് ഗണേശൻ കാണിച്ചത്. എന്നിട്ട് ഒരൊറ്റ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു, പാർട്ടിക്കുള്ളിലെ അങ്ങനെ വേണ്ട, പാർട്ടി പറഞ്ഞിട്ട് മത്സരിച്ചാൽ മതി എന്ന പാർട്ടിക്കുള്ളിലെ ആൾക്കാർക്കെതിരെയല്ലേ അദ്ദേഹം സെൽഫ് ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലേ? ഇങ്ങനെയാണ് ഒരു നേതാവ് കാണിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ പറവൂരിലെ ജനകം കൂടെ മടുത്തു കഴിഞ്ഞ ഇയാൾ RSS ഇല്ലാതെ തന്നെ അവിടെ പരാജയപ്പെടും. അതുകൊണ്ടാണ് സതീശൻ പറഞ്ഞത് സുധാകരൻ വേണമെങ്കിൽ പറവൂരി വന്ന് മത്സരിച്ചോളാം. പണ്ട് ലാലു പ്രസാദ് ചൈനയിൽ ചെന്ന് പറഞ്ഞു, പാകിസ്ഥാനിൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ബീഹാർ എടുത്തു, കാശ്മീർ ഞങ്ങൾക്ക് വിട്ടു തന്നേ എന്ന് പറഞ്ഞതുപോലെ എന്ത് കാര്യമാണ് ഇയാളൊക്കെ നടത്തുന്നത്? മനസ്സിലാകുന്നില്ല. ഇങ്ങനെയാണോ ലീഡർഷിപ്പ് വേണ്ടത്? ഇങ്ങനെ ആയിരുന്നോ ലീഡർഷിപ്പ് കോൺഗ്രസിൻ്റെ? വലിയൊരു സംശയമായിട്ട് നിൽക്കുകയാണ്. അതുതന്നെയായിരിക്കും കോൺഗ്രസ് പരാജയപ്പെട്ട അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എല്ലാ അനുകൂല സാഹചര്യങ്ങളെയും തമ്മിലടി കൊണ്ടും ഈ അപക്വമായ വാക്കുകൾ കൊണ്ടും നശിപ്പിച്ച് കളയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയായിരിക്കും അതിനെല്ലാം കാരണഭൂതൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.